അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള ശ്രോതാക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അഥവാ ഇസ്ലാമിൻ്റെ പരിപൂർണമായ രൂപം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിലൂടെ പകർത്തിക്കാണിച്ച ആ പ്രസ്ഥാനം മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് കേരളീയരായ നമ്മളിലേക്ക് നബിയുടെ ജീവിതകാലത്ത് തന്നെ എത്തിക്കുകയുണ്ടായി. ഹിജറയുടെ 5-ാം വർഷം കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നിരവധി പള്ളികൾ നിർമ്മിക്കപ്പെടുകയും അതിൽ നമസ്കാരവും മറ്റാരാധനാക്രമങ്ങളും ഇസ്ലാമിക പ്രചരണങ്ങളും നടന്നു വന്നു എന്നത് ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യമാണ്. നബിയുടെ 5-ാം വർഷം എന്ന് പറഞ്ഞാൽ നബി വഫാത്താകുന്നതിൻ്റെ മുമ്പ്, ഇഹലോകവാസം വെടിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഇസ്ലാമിൻ്റെ പൂർണ്ണമായ രൂപം കേരളക്കരയിലെത്തിയിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ ജീവിതശൈലിയും വിശ്വാസമാർഗവും. വർഷങ്ങൾ നിരവധി കഴിഞ്ഞ് ആ മഹത്തായതായിരിക്കുന്ന പ്രസ്ഥാനത്തെ നൂതനവാദികൾ വികലമാക്കാൻ ശ്രമിച്ചപ്പോൾ 1926 നമ്മുടെ മുൻഗാമികളായ സാദത്തുക്കളും ഉലമാക്കളും ഒന്നു ചേർന്നുകൊണ്ട് മഹത്തായ ദീനിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും അതിന് ഐക്യരൂപം നൽകുകയും ചെയ്തു. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇന്ന് അൽഹംദുലില്ലാ നാം അതിൻ്റെ പിന്നിട്ട 100 പ്രകാശവർഷങ്ങൾ ഓർമ്മിക്കുകയും അയവിറക്കുകയും വരും നാളുകളിലേക്ക് കൈമാറാനും സുരക്ഷിതമായി വരും തലമുറയിലേക്ക് അതിനെ പ്രചരിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുകയും ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ കൂടുതൽ വ്യക്തതയോടുകൂടെയും പോറലേൽക്കാതെയും ബിദഈ ചിന്തയെയും പ്രവർത്തനങ്ങളെയും ജനമധ്യത്തിൽ തുറന്നു കാണിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പൂർണ്ണമായ ആശയം അഥവാ ഇസ്ലാമിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഈ മഹത്തായതായിരിക്കുന്ന സന്ദർഭം നാം വേണ്ടതുപോലെ ഏറ്റെടുക്കുകയും ഓരോ വീട്ടിലേക്കും ഓരോ വ്യക്തിയിലേക്കും മഹത്തായ ദൗത്യം കൈമാറുകയും ചെയ്യണം. അതിന് മഹാന്മാരായ ഇന്നിൻ്റെ നേതാക്കൾ മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാരും സുൽത്താനുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അല്ലാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അവരെ നിർദ്ദേശം പാലിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാക്കളും സാദാത്തുക്കളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രബോധന രംഗത്തുള്ള സംഘടനകളും അതിശക്തമായ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെ വിജയിപ്പിക്കൽ നമ്മുടെ ബാധ്യതയായതുകൊണ്ട് മഹത്തായ സെന്റിനറിയുടെ വിജയത്തിന് നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സർവശക്തനും അതിനുള്ള എല്ലാവിധ തൗഫീക്കും നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് അകമഴിഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. ദുആയിൽ ഒതുക്കാതെ പ്രവർത്തനം സജീവമാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുകയും അതിൻ്റെ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യണം. അത് വരുമ്പോൾ മഹത്തായതായിരിക്കുന്ന ദീനിൻ്റെ പ്രബോധന രംഗത്ത് അള്ളാഹുവിൻ്റെ നിർദ്ദേശം കൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നരകാഗ്നിയിൽ നിന്ന് മുക്തരാകണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന നിർദ്ദേശം ജീവിതത്തിൽ പകർത്തിയവരും പാലിച്ചവരുമായിരിക്കും. അള്ളാഹുവിനോട് അതിനുവേണ്ടി നമുക്ക് ദുആ ചെയ്യാം, പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.